നമ്മളിന്ന് ആൻ അപ്പോളജി ഫോർ പോയട്രി എന്നുള്ള എസ്സേ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു റിപ്ലൈ ആണ്, റെസ്പോൺസ് ആണ്. എന്തിനുള്ളതാണ്? അതായത് സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്ന സ്റ്റീഫൻ ഗോസോൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റൈറ്റിംഗ് എഴുതിയിട്ടുണ്ട്, ഒരു പാംലെറ്റ് എഴുതിയിട്ടുണ്ട് ഇൻ 1579. അതിൽ അദ്ദേഹം പറയുന്നത് ദ പോയട്രി ആൻഡ് ഡ്രാമ ആർ ഇമ്മോറൽ ആൻഡ് യൂസ്ലെസ്. അതായത് അദ്ദേഹത്തിൻ്റെ വാദത്തിൽ സ്റ്റീഫൻ ഗോസോൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നത് ഈ ഡ്രാമയും പോയട്രിയൊക്കെ തന്നെ യൂസ്ലെസ് ആണ് ആൻഡ് ദറ്റ് ഈസ് ഇമ്മോറൽ. അതായത് ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയട്രിയിലുമൊക്കെ ഉള്ളതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഓക്കെ, അപ്പോൾ ഇതിനെതിരെ എന്ത് ചെയ്യാണ് നമ്മുടെ ഫിലിപ്പ് സിഡ്നി അദ്ദേഹം ഈ ഒരു എസ്സേ എഴുതാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിലെ ഒരു ഫൗണ്ടേഷണൽ വർക്കായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലെ പ്രധാന പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഈ ഒരു എസ്സേക്ക് വേറൊരു പേരും കൂടിയുണ്ട്. ആ പേരാണ് ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, ആൻ അപ്പോളജി ഓഫ് പോയട്രി എന്ന് പറയുന്നതും സെയിം സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് ഐഡിയാസിനാണ് അദ്ദേഹം പ്രധാനമായിട്ട് മുന്നിലേക്ക് വെക്കുന്നത്. പോയട്രി ഈസ് ഓഫ് ഡിവൈൻ ഒറിജിൻ, അതായത് പോയട്രി എന്ന് പറയുന്ന ഒരു ജോണർ എന്താണ്, അതൊരു ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. അതുപോലെ ദർ ഇസ് എ സോഷ്യൽ യൂട്ടിലിറ്റി ഫോർ പോയട്രി, അതായത് സാമൂഹികപരമായ ഒരു ആവശ്യം പോയട്രിക്ക് സമൂഹത്തിലുണ്ട് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലെ ഫസ്റ്റ് സെഷനെ നമുക്ക് 5 ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും പോയട്രിയെ പ്രൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ സെഷനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പോയട്രിയെ വളരെയധികം പ്രൈസ് ചെയ്യാണ്. ഓക്കെ, അഭിനന്ദിച്ച് പറയാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ, അതായത് സിവിലൈസേഷൻ്റെ ഒരു തൊട്ടിലാണ് എന്ത് പോയട്രി എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് എ ചാനൽ ഫോർ ഡിവൈൻ പവറിലേക്കുള്ള ഒരു ചാനലാണെന്ന് പറയുന്നു. പോയട്രി ക്യാൻ ടീച്ച് ആൻഡ് ഡിലൈറ്റ്, ഒരേ സമയം പോയട്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ സന്തോഷിപ്പിക്കാനും പറ്റും എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് സർപ്പസസ് വെർച്യൂ ഓഫ് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി, അതുപോലെ പോയട്രിയിലൂടെ ഹിസ്റ്ററിയും ഫിലോസഫിയുടെ ഒക്കെ തന്നെ വെർച്യൂസ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ആദ്യം സിഡ്നിയുടെ ആർഗ്യുമെൻറ്റ് ഫസ്റ്റ് വൺ ഈസ് ഇറ്റ്സ് എ ക്രാഡൽ ഓഫ് സിവിലൈസേഷൻ കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നോക്കാം. സോ ഇറ്റ്സ് ദ ഫസ്റ്റ് ലൈറ്റ് ഗിവർ ടു ഇഗ്നോറൻസ് ദാറ്റ് ഫ്ലറിഷ്ഡ് ബിഫോർ എനി അതർ ആർട്ട് ഓർ സയൻസ്, അതായത് ആർട്ടിനും സയൻസിനും ഒക്കെ ചെയ്യാൻ പറ്റാത്തതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഇഗ്നോറൻസിലേക്ക് ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോയട്രിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സയൻസിന് ചെയ്യാൻ പറ്റാത്തത് പോയട്രിക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദ ഏർലിയസ്റ്റ് ഫിലോസഫേഴ്സ് ആൻഡ് ഹിസ്റ്റോറിയൻസ് ഹു വെർ പോയറ്റ്സ്, അതായത് ആദ്യകാലത്തിലുണ്ടായിരുന്ന ഫിലോസഫേഴ്സ് ആയിക്കോട്ടെ ഹിസ്റ്റോറിയൻസ് ആയിക്കോട്ടെ അവരൊക്കെ തന്നെ പോയറ്റുകളായിരുന്നു, കവികളായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലേ, ഇപ്പോൾ നമ്മുടെ ഹിസ്റ്ററീസൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഉപനിഷത്തുകളൊക്കെ തന്നെ ഗദ്യരൂപത്തിലാണുള്ളത്. അല്ലേ, ചൊല്ലാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, പോയറ്റ്സ് ആണവർ, അതുകൊണ്ടാണ് ആ രീതിയിൽ എഴുതുന്നത്. അത് ഫിലോസഫേഴ്സ് ആയിക്കോട്ടെ ഹിസ്റ്റോറിയൻസ് ആയിക്കോട്ടെ. ആൻഡ് ദ ഫസ്റ്റ് ലോ ഗ്രീക്ക് ആൻഡ് റോമൻ ഫിലോസഫേഴ്സ് ആർ റിട്ടൺ ഇൻ വേർഡ്സ്, അതിന് നല്ലൊരു എക്സാമ്പിളും അതിവിടെ തന്നെ കൊടുക്കുന്നുണ്ടെന്നാണ്. ഗ്രീക്ക് റൈറ്റേഴ്സ് റോമൻ റൈറ്റേഴ്സ് ഒക്കെ തന്നെ വേർഡ്സ് ഫോമിലായിരുന്നു എഴുതിയിരുന്നത്, ഗദ്യരൂപത്തിലായിരുന്നു എഴുതിയിരുന്നതെന്നാണ്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ ചാനൽ ഓഫ് ഡിവൈൻ പവർ എന്നുള്ളതാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പോയട്രി ഈസ് ഡിവൈൻ ആൻഡ് ആസ് വെൽ ആസ് പ്രൊഫറ്റിക്. പോയട്രി എന്ന് പറയുന്നത് ഡിവൈനാണ്, സബ്ലിമാണ്, അതുപോലെ തന്നെ പ്രൊഫറ്റിക് ആണ്. ഓക്കെ, ആൻഡ് ഇൻ ദ ഹോളി ബൈബിൾ ഫോർ പ്രേസിങ് ഗോഡ് ആൻഡ് സോളമൻ യൂസ് വേഴ്സസ്, അതായത് ബൈബിളിലാണെങ്കിൽ അതിന് നല്ല എക്സാമ്പിൾ പറയുന്നുണ്ട്. ബൈബിളിൽ ഗോഡിനെ കുറിച്ച് പറയുമ്പോഴും ഇല്ലെങ്കിൽ സോളമനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വേർഡ്സ് ഫോമാണ് ഉപയോഗിക്കുന്നത്. നോർമൽ കാര്യങ്ങൾ വരുമ്പോൾ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രോസ് ഫോം ആണെങ്കിൽ മഹത്തായ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു, വേർഡ്സ് ഫോമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആൻഡ് ന്യൂ ഐഡിയ ക്രിയേറ്റഡ് ബൈ പോയറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം അക്കോർഡിംഗ് ടു സിഡ്നി ഇൻ എസെൻസ് ഓഫ് പോയട്രി ഈസ് ഡിവൈൻ. അതുപോലെ തന്നെ എന്ത് പറയുന്നു, ദ ഐഡിയ ക്രിയേറ്റഡ് ബൈ പോയറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം, അതായത് ഒരു പോയറ്റ് ഉണ്ടാക്കുന്ന ഐഡിയാസ് തോട്ട്സ് ഇല്ലെങ്കിൽ അതൊക്കെ തന്നെ സമയം
എന്ന് പറയുന്നതിനെ അതിജീവിക്കാൻ പറ്റുന്നതാണ് അല്ലേ. നമ്മൾ ഷേക്സ്പിയറിൻ്റെ പോയംസ് ഇപ്പോഴും പഠിക്കുന്നു, വേർഡ്സ്വർത്തിൻ്റെ പോയംസ് പഠിക്കുന്നു, ആർട്ട് ഫോംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നു ഇല്ലേ. എന്താണ് ഈ പോയട്രിക്ക് ഇത്രയും പവർ? ബിക്കോസ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ ടൈം എന്നുള്ളത് കൊണ്ടാണ്. സോ ദിസ് ഇസ് വാട്ട് ഹി ടെൽസ് ഇൻ ഹിസ് എസ്സേ. നെക്സ്റ്റ് പോയിന്റ് ഇസ് പോയട്രി ക്യാൻ ടീച്ച് ആൻഡ് ഡിലൈറ്റ്. കവിതയ്ക്ക് ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പഠിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പറ്റും എന്നുള്ളതാണ്. സോ എൻഡ് ഓഫ് പോയട്രി ഈസ് ടു ടീച്ച് ആൻഡ് പ്ലീസ്. ഏതൊരു കവിതയുടെ അവസാനം എന്താണ്? നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുക, അതുപോലെ തന്നെ ഇറ്റ് മേക്സ് അസ് ജോയ്. ഓക്കെ, ഹെൻസ് ഇറ്റ് ഈസ് യൂസബിൾ ടു സൊസൈറ്റി. സോ അതുകൊണ്ട് തന്നെ എന്താണിത്? സമൂഹത്തിന് യൂസ് ഉള്ള ഒരു കാര്യമാണ്. ദ ഇമിറ്റേഷൻസ് ഓഫ് പോയട്രി ആർ ഏബിൾ ടു ഡിലൈറ്റ് ആൻഡ് ടീച്ച്. എന്താണ്? ദേ പ്രൊവൈഡ്സ് പെർഫെക്റ്റ് ഇൻഡിസ്പ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ്. എന്താണ്? ഇമിറ്റേഷൻസ് ഓഫ് പോയട്രി ആർ ഏബിൾ ടു ഡിലൈറ്റ് ആൻഡ് ടീച്ച്. അതായത് പോയട്രിയുടെ പല ഇമിറ്റേഷൻസ് വന്നാലും അതിനൊക്കെ തന്നെ ഡിലൈറ്റും ടീച്ച് ചെയ്യാനൊക്കെ പറ്റുമെങ്കിലും സോ ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ള കാര്യമൊക്കെ നമുക്കതിലൂടെ മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും. സോ പോയട്രി ഇൻസ്പയർസ് എവറി ഇൻഡിവിജ്വൽ ടു ഡിസ്കാർഡ് ദ വോയിസസ് ഓഫ് വില്ലൻസ് ആൻഡ് ഇമിറ്റേറ്റ് നോബിൾ ആൻഡ് വേർച്വസ് ആക്ഷൻസ് ഓഫ് ഹീറോസ്. അതായത് കവിതകളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? രാജാക്കന്മാരുടെ ഇല്ലെങ്കിൽ ഹീറോസിൻ്റെ ആ വേർച്യൂസിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗുഡായിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും അതുവഴി സന്തോഷം ഉണ്ടാക്കാനും എന്തിനു സാധിക്കുന്നുണ്ട്? പോയത്തിന് അല്ലെങ്കിൽ പോയട്രിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ഈസ് പോയട്രി ക്യാൻ സപ്പേഴ്സ് ദ വേർച്യൂസ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി. എന്താ പറയുന്നത്? പോയട്രി യുണൈറ്റ്സ് യൂണിവേഴ്സൽ ട്രൂത്ത് ഓഫ് ഫിലോസഫി വിത്ത് കോൺക്രീറ്റ് എക്സാമ്പിൾസ് ഓഫ് ഹിസ്റ്ററി. അതായത് പോയട്രിക്ക് എന്താണ്? ഫിലോസഫിയുടെ ട്രൂത്ത്, ഓക്കെ, ആ ട്രൂത്തിനെ ഹിസ്റ്ററിയുടെ എക്സാമ്പിൾസോട് കൂടി അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഫിലോസഫി ക്യാൻ only produce concrete universal truth through examples. They don't give the power to implant themselves in our memory and judgment. അതായത് ഒന്നിനെ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു? അതിലൂടെ അറിവുകൾ പകരാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ എന്താണ്? അതിന് സ്വയം ഒരു ഐഡിയ ഇംപ്ലാന്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ അല്ല ശ്രമിക്കുന്നത്. സോ ഹിസ്റ്ററി is bound to recount a particular event just as it was, even in that event debases virtues and encourages vices. അതായത് എന്തൊരു ഹിസ്റ്റോറിക്കൽ കാര്യമായാലും അതിനെ റീകൗണ്ട് ചെയ്യാനും അതിൻ്റെ വേർച്യൂസും എൻകറേജ് ചെയ്യാനും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. സോ പോയറ്റ് ഈസ് ഫ്രീ ടു ഓൾട്ടർ ദ പെർട്ടിക്കുലർ ഇവൻറ്റ് സോ ആസ് ടു എ മോർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റോറി. നമ്മൾ ഒസൈമാൻഡേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. ഒസൈമാൻഡേഴ്സിലൊക്കെ എന്താണ്? ഒരു കിങ്ങിൻ്റെ റൂൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലത്തെ അതിൻ്റെ ഭാഗങ്ങളെയാണ് നമ്മൾ പിന്നീട് കവിതകളിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലൂടെ നമുക്ക് ഗുഡ് വേർച്യൂസ് പഠിക്കുന്നുണ്ട് അല്ലേ, ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് എക്സാമ്പിളിലൂടെ വി ഗെറ്റ് മോർ നോളജ്. ദാറ്റ് ഈസ് വാട്ട് മെൻറ്റ് ഹിയർ. Next, in second session, Sidney refuted 4 arguments leveled against poetry made by Stephen Gozon in his essay The School of Abuse. അടുത്ത സെഷനിൽ ആദ്യം പോയട്രിയെ വളരെ നന്നായിട്ട് പ്രശംസിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സെഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്ന സ്റ്റീഫൻ ഗൊസോണിൻ്റെ എസ്സേയിലെ പോയിൻറ്റുകളെ എന്ത് ചെയ്യാണ്? റെഫ്യൂട്ട് ചെയ്യാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ പോയട്രിക്കെതിരെ വന്ന ആർഗ്യുമെൻ്റ് എന്തായിരുന്നു? ഗോസോൺ പറഞ്ഞത് ഇറ്റ് ഈസ് അൺപ്രോഫിറ്റബിൾ, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ആൻഡ് ഇറ്റ്സ് എ മദർ ഓഫ് ലൈ, ഒരുപാട് കള്ളങ്ങളാണ് കവിതകളിലൂടെ പറയുന്നത് എന്നുള്ള ആശയമായിരുന്നു. ആൻഡ് ഇറ്റ് ലീഡ്സ് സിൻഫുൾ ബിഹേവിയർ, ആളുകളിൽ പാപകരമായ സ്വഭാവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കവിതകൾക്ക് സാധിക്കുന്നു. അതുപോലെ പ്ലേറ്റോ കിക്ക്ഡ് ദ പോയറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് റിപ്പബ്ലിക്. അതായത് റിപ്പബ്ലിക് എന്ന് പറയുന്നത് പ്ലേറ്റോൻ്റെ ബുക്കാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് അടങ്ങിയ ഒരു വർക്കാണ്. അതിൽ പോയറ്റ്സിനെ അദ്ദേഹം കിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാദവും കൂടി ആരും ഉന്നയിക്കുന്നുണ്ട്? സ്റ്റീഫൻ ഗൊസോൺ അദ്ദേഹത്തിൻ്റെ വർക്കിൽ വാദിക്കുന്നുണ്ട്. സോ അതിന് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: പോയട്രി ഇസ് അൺപ്രോഫിറ്റബിൾ, ദർ ആർ മെനി ബെറ്റർ വേസ് ടു സ്പെൻഡ് അവർ ടൈം. പോയട്രി ഈസ് അൺപ്രോഫിറ്റബിൾ ആയിരിക്കും, പക്ഷേ വി ഹാവ് ബെറ്റർ വേസ് ടു സ്പെൻഡ് അവർ ടൈം. സോ ദർ ഇസ് നോ അതർ ബ്രാഞ്ചസ് ഓഫ് ലേണിംഗ് മോർ ഫ്രൂട്ട്ഫുൾ ദാൻ പോയട്രി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം പല രീതിയിൽ സ്പെൻഡ് ചെയ്യാം, പ്രോഫിറ്റബിൾ ആക്കാം. പക്ഷേ പോയട്രി തരുന്ന ആ ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഇല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റിലായിട്ട് മറ്റൊന്നും തരാൻ വേണ്ടി സാധിക്കില്ല. സോ ഇറ്റ് ഈസ് മോർ ഫ്രൂട്ട്ഫുൾ ഓഫ് ഓൾ നോളജ് ദാറ്റ് ഇറ്റ് ഹാസ് പവർ ടു ടീച്ച് ആൻഡ് പ്ലീസ് ആൻഡ് ഓൾസോ മൂവ്സ് ഇറ്റ്സ് റീഡേഴ്സ് ടു വേർച്വസ് ആക്ഷൻ.
അതുമാത്രമല്ല നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് നോളജ് ഉണ്ടാകുന്നു, നമ്മളെ പ്ലീസ് ചെയ്യുന്നു, നമ്മൾ ടീച്ച് ചെയ്യുന്നു, അതുവഴി നമ്മൾ നല്ല വ്യക്തികളായിട്ട് മാറുന്നു എന്നാണ് ആര് പറയുന്നത്? സിഡ്നി ഗോസോൺ മറുപടി ആയിട്ട് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് പോയട്രി ഈസ് ഫാർ ബെറ്റർ ദാൻ എഫക്റ്റീവ് ദാൻ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി. അതായത് എന്താണ്, ഫാക്റ്റുകൾ മാത്രം പറയുന്ന ഹിസ്റ്ററിയും ഫിലോസഫീനേക്കാളും എത്രയോ മെച്ചപ്പെട്ടതും ആളുകളിലേക്ക് എത്തുന്നതും പോയട്രി ആണെന്നാണ് ഇദ്ദേഹം തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. അടുത്ത ഒരു വാദം എന്തായിരുന്നു? മദർ ഓഫ് ലൈ ആണെന്നുള്ളതാണ്. പോയട്രി മദർ ഓഫ് ലൈ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന റിപ്ലൈ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: പോയട്രി ഡസ് നോട്ട് അഫേം എനിത്തിങ് ആസ് ട്രൂത്ത്. പോയട്രി ഒരിക്കലും ഒന്നും സത്യമാണ് എന്ന് പറയുന്നില്ല. ആൻഡ് പോയറ്റ്സ് നെവർ ലൈ ഫോർ ദേ നെവർ ക്ലെയിം ദെയർ പോയം ടു ബി ട്രൂത്ത്. എന്നാൽ പോയറ്റ്സ് ഒരിക്കലും കള്ളം പറയുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ എഴുതുന്നതൊക്കെ സത്യമാണെന്നും അവർ പറയുന്നില്ല. ഓക്കെ, അതെന്താണ്, ഒരു പോയം എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു ദ ഓഡിയൻസ് അല്ലെങ്കിൽ ദ റീഡറിനാണ് അത് എങ്ങനെ എടുക്കണം എന്നുള്ള ഒരിതുള്ളത്. ഇൻ പോയട്രി ലൈസ് ആർ നോട്ട് ഡെലിബറേറ്റ്ലി സ്റ്റേറ്റഡ്, ദെർഫോർ ദ പോയറ്റ് കനോട്ട് ബി അക്യൂസ്ഡ് ഓഫ് ലൈങ്. അത് മാത്രമല്ല, പോയട്രി എന്ന് പറയുന്നത് എന്താണ്, മനഃപൂർവ്വമായി കള്ളം എഴുതണം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല പോയട്രി, അല്ലേ? പോയറ്റിന് തോന്നുന്നത് എഴുതുന്നു, അതുകൊണ്ട് തന്നെ പോയറ്റിന് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. സോ വി കനോട്ട് അക്യൂസ് ഓഫ് ലൈങ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഡെലിബറേറ്റ്ലി ഡിഡ്, മനഃപൂർവ്വം ചെയ്തതല്ല. നെക്സ്റ്റ് വൺ ഇസ് പോയട്രി ലീഡ്സ് ടു സിൻഫുൾ ബിഹേവിയർ. അടുത്ത ഗോസൺ പറഞ്ഞത് നമ്മളെ എന്താണ്, സിൻഫുൾ ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, പോയട്രി ഇൻ ഇറ്റ് സെൽഫ് ഇസ് നോബിൾ ആൻഡ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി കോസ് എനി മോറൽ കറപ്ഷൻ. പോയട്രി എന്ന് പറയുന്നത് തന്നെ എന്താണ്, നോബിളാണ്, മഹനീയമായൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കറപ്റ്റ് ചെയ്യും, ആളുകളെ മോശമാക്കും എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. പോയട്രി എയിംസ് അറ്റ് ഇൻസ്പയറിങ് ആൻഡ് എലിവേറ്റിംഗ് സോൾസ്. കവിത വായിച്ചിട്ട് ആരെങ്കിലും മോശമായ ആൾക്കാരുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ അത് ആളുകളെ ഇൻസ്പയർ ചെയ്യും, നമ്മുടെ സോൾസിനെ എന്ത് ചെയ്യുന്നു, എലിവേറ്റ് ചെയ്യാണ്, കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് നമ്മളെ മനസ്സുകളെ എത്തിക്കുകയാണ് കവിത ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അബ്യൂസ് ഓഫ് പോയട്രി നോട്ട് പോയട്രി ഇറ്റ് സെൽഫ് ദാറ്റ് ലീഡ്സ് ടു സിൻ. എന്താണ് അബ്യൂസ് ഓഫ് പോയട്രി? നിങ്ങൾ കവിതകളെ അബ്യൂസ് ചെയ്യുമ്പോൾ അതൊരിക്കലും എന്തല്ല, പോയട്രി അല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിനെന്തില്ല, സിന്നില്ല എന്ന് പറയണം. അടുത്ത വാദം എന്തായിരുന്നു? പ്ലേറ്റോ കിക്ക്ഡ് പോയറ്റ്സ് ഫ്രം ദി റിപ്പബ്ലിക്. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കിൽ നിന്നും പോയറ്റ്സിനെ കിക്ക് ചെയ്തു എന്നുള്ളതാണ്. സോ ഹി ഡസ് നോട്ട് എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. സോ സിഡ്നി എന്ത് ചെയ്യുന്നില്ല, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് അംഗീകരിക്കുന്നില്ല, കാരണം പ്ലേറ്റോ അങ്ങനെ ചെയ്തിട്ടില്ല. പ്ലേറ്റോ ഹാഡ് ബാനിഷ്ഡ് ലുഡിക്രസ് പോയറ്റ്സ് ആൻഡ് നോട്ട് പോയട്രി ഇറ്റ് സെൽഫ്. അദ്ദേഹം എന്നിട്ട് പറയാണ്, അദ്ദേഹം പോയറ്റിനെ അല്ല കിക്ക് ഔട്ട് ചെയ്തത്, പോയറ്റ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ എഴുതുന്നവരെയാണ് എന്ത് ചെയ്ത് കിക്ക് ഔട്ട് ചെയ്തത്. അതായത് കവിതയെ കവിതയായി അവതരിപ്പിക്കാത്ത ആൾക്കാരാണ് അദ്ദേഹം കിക്ക് ഔട്ട് ചെയ്തതെന്ന് പറയുന്നു. പ്ലേറ്റോ ഹിംസെൽഫ് ഡ്രൂ മച്ച് ജെന്യുവിൻ നോളജ് ഫ്രം പോയട്രി ആൻഡ് വാസ് ഹൈലി പോയറ്റിക്കൽ ഇൻ ഹിസ് റൈറ്റിങ്സ്. എന്നിട്ട് പറയുകയാണ്, ഈ പറയുന്ന പ്ലേറ്റോ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ വളരെ പോയറ്റിക്കായിട്ടാണ് എഴുതുന്നത്. ആൻഡ് ഹി ഹാസ് എ ജെന്യുവിൻ നോളജ് ടുവേർഡ്സ് പോയട്രി. ആൻഡ് പ്ലേറ്റോ ഹിംസെൽഫ് ഇൻ ഹിസ് വർക്ക് അയൺ അഫേംസ് ദാറ്റ് പോയറ്റ് സ്പീക്ക് ബൈ ഡിവൈൻ ഇൻസ്പിറേഷൻ. അദ്ദേഹത്തിൻ്റെ വർക്കാണ്, പ്ലേറ്റോയുടെ വർക്കാണ് ഇയോൺ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പോയറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഇൻസ്പിറേഷനുള്ള ആൾക്കാരാണെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗോസോണിനുള്ള റിപ്ലൈ ആയിട്ട് പറയുന്നത്. ആദ്യത്തെ സെഷനിൽ എന്തായിരുന്നു, ഇറ്റ്സ് എ പ്രൈസ് ടു ദി പോയട്രി. ഇനി കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ, വാട്ട് സിഡ്നി മെയിൻറ്റെയിൻസ് ഇൻ ഹിസ് ആർഗ്യുമെൻറ്റ് ഈസ് ദാറ്റ് പോയട്രി ഹാസ് എ യൂണിവേഴ്സൽ അപ്പീൽ അറൈസിങ് ഫ്രം ഈസ്തറ്റിക് അപ്പീൽ ഓഫ് ഇറ്റ്സ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അദ്ദേഹം എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു എസ്സേയിലൂടെ? അദ്ദേഹം പറയുന്നത് പോയട്രിക്ക് ഒരു യൂണിവേഴ്സൽ അപ്പീലിംഗ് പവർ ഉണ്ട്, അല്ലേ? കവിതകൾക്ക് മനസ്സുകളെ സ്വാധീനിക്കാനും ഒക്കെ ഉള്ളൊരു പവർ ഉണ്ട്. ആൻഡ് ആ വേർഡ്സിനും ഫ്രേസസിനും ഒക്കെ തന്നെ. സോ സിഡ്നി എഗെയിൻസ്റ്റ് ദ ഡീഗ്രഡേഷൻ ഓഫ് പോയട്രി. അത്രയല്ല, അദ്ദേഹം ഈ പോയട്രി ഡീഗ്രേഡ് ചെയ്യുന്നതിന് എതിരാണ്. സോ ആൻഡ് ഹി സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ ഡിലൈറ്റ് ആൻഡ് ഇൻസ്ട്രക്ട്. അതേസമയം പോയട്രി എന്ന് പറയുന്നത് ഡിലൈറ്റാണ്, ഇൻസ്ട്രക്റ്റിംഗ് ആണ്. So he stops by putting a curse on all poet haters may never win love for what of a sonnet, may they be forgotten for what an epitaph. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അപ്പോളജി ഓഫ് പോയട്രി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.